ഈജിപ്റ്റ് വലിയ പങ്കാണ് വഹിക്കുന്നത്. ഈ ഈജിപ്തിലേക്ക് അതുപോലെ തന്നെ വലിയ തോതിലുള്ള സ്വർണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ 18 ക്യാരറ്റും 21 ക്യാരറ്റും 22 ക്യാരറ്റും ഗുണമേന്മയുള്ള സ്വർണ്ണമെല്ലാം കിട്ടുന്നതാണ്. അതുപോലെ ഗോൾഡ് മറച്ചു വെക്കാൻ കഴിയുന്ന സ്ഥലമാണ്. അങ്ങനെ ഗോൾഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈജിപ്ത്, രാജ്യമാണ് ഈജിപ്റ്റ്. അവിടെ പോയിട്ടുണ്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും എന്നുള്ളതാണ് പത്മകുമാറിന്റെ പാസ്പോർട്ടിൽ നിന്ന് അറിയേണ്ടത്. ഈജിപ്തിൽ പോയിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എന്തിനാണ് ഈജിപ്തിൽ പോയി, അല്ലെങ്കിൽ ഈജിപ്തിലുള്ള ആളുകളുമായിട്ട് ബന്ധം വച്ചിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയാണ് ഈ നമ്മുടെ പത്മകുമാറിന് പിഴച്ചത്? പത്മകുമാർ പറയുന്നു അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ അയച്ച ഫയലിൽ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. അത് അജണ്ട. അപ്പൊ സാധാരണ അപ്പോൾ യോഗം നടക്കുന്നതിന് മുമ്പ് അജണ്ട വരും, സെക്രട്ടറി പ്രസിഡന്റിന്റെ അടുത്ത് അജണ്ട വരുന്നപ്പോൾ അജണ്ടയിൽ ഒരു ഐറ്റം ആയിട്ട് അവിടുത്തെ പാളികൾ പിന്നെ സ്വർണം പൂശാനായി കൊടുക്കുന്നതായിട്ട് പറഞ്ഞു. അതിന് അനുവാദം കൊടുക്കാനായിട്ടുള്ള അജണ്ടയിൽ വെച്ചപ്പോൾ 30-ാമത്തെ 29-ാമത്തെ ഐറ്റമായിട്ട് അത് വന്നു, അത് കൊടുത്തു. പിന്നെ അത് അജണ്ടയായി പാസ്സായി പോയെന്നാണ് പത്മകുമാർ പറഞ്ഞിരുന്നത്. പക്ഷെ കഥ അവിടെയല്ല. അതിനകത്ത് എഴുതി വന്നത് പിത്തള എന്നാണ് എഴുതി വന്നത്. പിത്തള കട്ടളകൾ എങ്ങനെ മാറ്റും എന്നുള്ള, കട്ടളപ്പാളികൾ മാറ്റുന്നത് ചർച്ച വന്നപ്പോൾ പിത്തള എന്നുള്ളത് കൈകൊണ്ട് വെട്ടി അതിനെ ചെമ്പ് പാളി എന്നാക്കിയത് പത്മകുമാറിന്റെ കൈ കൊണ്ട് എഴുതിയതാണ്. അതുകൊണ്ട് ആ ഫയൽ വായിച്ചില്ല, കണ്ടില്ല, മുകളിലോട്ടും താഴോട്ടുള്ളതും അറിഞ്ഞില്ല എന്ന് കൃത്യമായി പത്മകുമാറിന് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ചോദ്യം SIT പറയുന്ന ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫയലിൽ മൂലയും നോക്കാതെ ഒപ്പിട്ടിട്ടുണ്ടോ, പിന്നെ എന്ത് പ്രസിഡന്റാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. MLA ആയിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 2019 മാർച്ച് 20-ന് സെക്രട്ടറി കത്ത് കൊടുക്കുന്നുണ്ട്. ആർക്ക്? നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുപോകാനായിട്ടുള്ള കത്ത് കൊടുക്കുന്നു. അവിടെ നിന്നാണ് കഥകളുടെ തുടക്കം. പിന്നെ അവിടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ചില സംശയങ്ങൾ പറയുകയും ആ സംശയത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോഴാണ് കഥയുടെ വേറൊരു മാലപ്പടക്കം തന്നെ പുറത്തു വരുന്നത്.